കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്നാണ് ആഗോള കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനം. ഏഷ്യൻ, അമേരിക്കൻ, യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസികളുടെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ മോഡൽ പ്രകാരം കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. മധ്യ തെക്കൻ കേരളത്തിൽ സാധാരണയിൽ കൂടുതലും വടക്കൻ കേരളത്തിൽ സാധാരണയിൽ കുറഞ്ഞ മഴയുമാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് ഓറഞ്ച് ബുക്ക് പുറത്തിറക്കും. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. വേനൽ മഴയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ലഭിക്കുന്ന വേനൽ മഴ ഈ സീസണിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കുകൾ. വരാൻ പോകുന്നത് കാലവർഷമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇപ്പോൾ എവിടെ വരെയായി? കാലവർഷം കേരളത്തിലെത്തുക എന്നായിരിക്കും. ജൂൺ 4-ന് കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അതിൽ 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ എന്ന മാറ്റമുണ്ടാകാം. ഇത്തവണ കാലവർഷ പെയ്ത്ത് എങ്ങനെയാകും പരിശോധിക്കാം. നമ്മുടെ മൺസൂണിൻ്റെ സ്റ്റാറ്റസാണ് ഇതിൽ കാണുന്നത്. ആക്ച്വലി മെയ് 19-ാം തീയതി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിനിടയിൽ കാലവർഷം ഓൾറെഡി എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 3 ദിവസമായിട്ടും കാര്യമായിട്ടുള്ള പുരോഗതി ബംഗാൾ ഉൾക്കടലിൽ കാണുന്നില്ല. ശ്രീലങ്കയിൽ 26-ാം തീയതിയാണ് സാധാരണ കാലവർഷം എത്താറുള്ളത്. ജൂൺ 1-ാം തീയതി കേരളത്തിലും എത്തും. അത് കഴിഞ്ഞിട്ട് കർണാടക ഭാഗങ്ങളിൽ ജൂൺ 5-ാം തീയതി എത്തി. ഒടുവിൽ ജൂലൈ 8-ാം തീയതിയോടെ ഇന്ത്യ മുഴുവൻ കാലവർഷം വ്യാപിക്കും. അതാണ് സാധാരണ രീതിയിൽ കാലവർഷത്തിൻ്റെ പ്രോഗ്രഷൻ, റൂട്ട് മാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷത്തെ കേസിൽ നിലവിൽ ഇതുവരെയുള്ള പ്രോഗ്രഷനാണ് കാണുന്നത്. ഈ വർഷത്തെ ഫോർകാസ്റ്റ് പ്രകാരം തുടക്കത്തിൽ കാലവർഷം തെക്കൻ കേരളത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. തുടക്കത്തിൽ തെക്കൻ കേരളത്തിലെത്തി പിന്നീട് വടക്കോട്ടുള്ള പ്രോഗ്രഷനാണ് സാധാരണ കാലവർഷത്തിൻ്റെ കേസിൽ വരുന്നത്. ഇത് ജൂൺ 1-ാം തീയതി പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ ഓൾമോസ്റ്റ് റീജിയനുകളൊക്കെ കാലവർഷം എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജൂൺ 2-ാം തീയതി ഈ ഒരു ഏരിയയിൽ മൊത്തം കാലവർഷം എത്തിച്ചേരും. ജൂൺ 3-ാം തീയതിയും ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് കൂടുതലായിട്ട്. നമ്മൾക്ക് കേരളത്തിന് മഴ ലഭിക്കുന്നത് അറേബ്യൻ സീ ബ്രാഞ്ചിൻ്റെ മൺസൂൺ ആക്റ്റീവായി കഴിഞ്ഞാലാണ്. അപ്പം നിലവിൽ ജൂൺ 3-4-ാം തീയതിയോടുകൂടി മാത്രമേ അറേബ്യൻ സീ ബ്രാഞ്ച് മൺസൂണിൻ്റെ അറേബ്യൻ സീ ബ്രാഞ്ച് ആക്റ്റീവ് ആവാൻ സാധ്യതയുള്ളൂ. ഏപ്രിൽ മെയ് മാസത്തിലെ വിവിധ കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനം കാണുക. മധ്യ തെക്കൻ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴയും വടക്കൻ കേരളത്തിൽ സാധാരണയിൽ കുറവ് മഴയും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. സൗത്ത് ഏഷ്യൻ ക്ലൈമറ്റ് ഔട്ട്ലുക്ക് ഫോറം പ്രവചിക്കുന്നത് കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ. അമേരിക്കൻ ഏജൻസിയായ ക്ലൈമറ്റ് പ്രഡിക്ഷൻ സെന്ററും യൂറോപ്യൻ ഏജൻസികളായ ECMWF-ഉം CS3-യും കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ പ്രവചിക്കുന്നു. ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ സാധാരണയിൽ കുറവും കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴയും തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ലഭിക്കുമെന്നാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ പ്രവചനം. കാലവർഷം ആരംഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ന്യൂനമർദ്ദം പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മഴയുടെ തോത് വർദ്ധിപ്പിക്കും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കടുത്ത കാലവർഷം വരാൻ പോകുന്നു എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്.